ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐഫോൺ 14 പ്രോൻ്റെ ഒരു കമ്പാരിസൺ റിവ്യൂ ആണ്. ആക്ച്വലി ഈ ഒരു ഡിവൈസ് നല്ല രീതിയിൽ റിവീൽ ആയതാണ്. ഇപ്പം നമ്മളിതിൻ്റെ സ്പെക്ക് വൈസ് വെച്ച് കൂടുതൽ ടെക്നിക്കൽ ടേംസ് വെച്ചിട്ട് കൺഫ്യൂഷൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ അല്ല. നമ്മളൊരു ആക്ച്വലി കമ്പാരിസൺ വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മളിപ്പോഴത്തെ ടൈം റേഞ്ചുമായിട്ടും ഇതിന് തൊട്ടും മുമ്പിൽ നിൽക്കുന്ന ഡിവൈസുമായിട്ടും മറ്റു ഡിവൈസുകളൊക്കെ ആയിട്ട് ഇതിൻ്റെ പ്രൈസ് റേഞ്ചും ഇപ്പോഴത്തെ സമയവും വെച്ചിട്ടുള്ളൊരു കമ്പാരിസൺ റിവ്യൂ ആണ് ഐഫോൺ 14 പ്രോൻ്റെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകളുടെ ഒരു ഡ്രീം ഫോണാണ് ഐഫോൺ 14 പ്രോ. എസ്പെഷ്യലി ഓൾഡർ മോഡലായിട്ടുള്ള ഐഫോൺ 11, 10s, 12 ഒക്കെ യൂസ് ചെയ്യുന്ന പല ആളുകൾക്കും അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹമുള്ളൊരു ഡിവൈസാണ് ഐഫോൺ 14 പ്രോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഡിവൈസിനെ നിങ്ങൾക്ക് വേണ്ടി 5 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ആദ്യം ഞാൻ ഈ ഡിവൈസിൻ്റെ ഓവറോൾ ഡിസൈന്, ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. പിന്നെ ഡിസ്പ്ലേ, പിന്നെ ക്യാമറ, ബാറ്ററി ആൻഡ് ഫൈനലി ചിപ്സെറ്റ്. ഈ ഒരു 5 രീതിയിലാണ് ഞാൻ ഈ ഒരു ഡിവൈസിന് നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു 5 കാറ്റഗറി ആയിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ടും സാധിക്കും. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ യൂസ്ഡ് മാർക്കറ്റിൽ റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ആപ്പിൾ എന്ന ബ്രാൻഡ്. ഇപ്പോൾ പലർക്കും പല കൺഫ്യൂഷൻസ് ഉണ്ട് ഏത് ഡിവൈസ് എടുക്കണം എന്നുള്ളത്. നിങ്ങൾ എടുക്കാൻ പോകുന്ന ഡിവൈസിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾ ആ ഒരു ഡിവൈസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. വരുന്ന സമയങ്ങളിൽ ഓഫേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നെഗറ്റീവായി തോന്നാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോക്കൊക്കെ അത്യാവശ്യം സപ്പോർട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനേക്കാൾ കൂടുതൽ, എൻ്റെ സബ്സ്ക്രൈബർ കൗണ്ടിനേക്കാൾ കൂടുതൽ എനിക്ക് വ്യൂ ലഭിച്ചിട്ടുണ്ട്. അതിന് ബിഗ് താങ്ക്സ്. നിങ്ങളോട് എല്ലാവരും എനിക്ക് വളരെയധികം ബിഗ് താങ്ക്സ്. ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും ഷൂട്ട് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് ടെക്നിക്കൽ ടേംസ് വെച്ചിട്ട് കൂടുതൽ കൺഫ്യൂസ് ചെയ്യാനല്ല, നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൂടുതലായിട്ട് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. കാരണം യൂസ്ഡ് മാർക്കറ്റിൽ ഒരുപാട് ആളുകൾക്ക് ഒരു ഡൗട്ട് ഉള്ള കാര്യം തന്നെയാണ് ഏത് ഡിവൈസുകൾ എടുക്കാൻ ചൂസ് ചെയ്ത ഡിവൈസിനെ കുറിച്ച് തന്നെ എങ്ങനെ മനസ്സിലാക്കും. അതായത് പല റിവ്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഡിവൈസിനെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കി അതിൻ്റെ പ്രോൺസും ക്രോൺസും അതിനുശേഷം മാത്രം നിങ്ങൾ ആ ഡിവൈസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഡിവൈസിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ബൾക്കി ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് ഐഫോൺ 14 പ്രോ. ആദ്യമായിട്ട് ഡൈനാമിക് ഐലൻഡ് ഈ ഒരു ക്യാമറ മൊഡ്യൂൾ നോക്കാമെന്നുണ്ടെങ്കിലും ഡിവൈസ് ഓവറോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹെവിനെസ് ഒക്കെ നോക്കാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു ഡിവൈസാണ് 14 പ്രോയും 14 പ്രോ മാക്സും. ഏകദേശം 206 ഗ്രാമോളം വെയിറ്റ് വരുന്നുണ്ട്. നമ്മൾ കേസും സ്ക്രീൻ കാർഡൊക്കെ ഇട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഒരു ഹെവിനെസ് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് 14 പ്രോ. നമ്മുടെ ഡിവൈസിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും പറയാനുണ്ടെങ്കിൽ ഇപ്പോഴും ഈ ഒരു ഡിവൈസിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ബെറ്ററായി നിൽക്കുന്നൊരു കാര്യം തന്നെയാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഇപ്പോഴും പ്രീമിയം ആയിട്ട് നിൽക്കുന്ന ഡിസൈൻ തന്നെയാണ്. ആ ഒരു വലിയ ക്യാമറ മൊഡ്യൂളും ഡൈനാമിക് ഐലൻഡ് എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ഏകദേശം 16 പ്രോ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ഡിവൈസ് കേസ് ഇട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് സിമിലറായി നിൽക്കുന്ന ഒരു ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും തന്നെയാണ് ഇപ്പോഴും ഈ ഒരു ഡിവൈസിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡിവൈസിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ LTPO സൂപ്പർ റെറ്റിന XDR OLED 120 Hz HDR10 ഡോൾബി വിഷൻ 1000 nits HBM 2000 nits പീക്ക് ബ്രൈറ്റ്നസ്സും പോകുന്ന നല്ലൊരു കിഡിലൻ LTPO പാനലാണ് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നത്. നമ്മൾ 16 പ്രോൻ്റെ ഡിസ്പ്ലേ വെച്ച് നോക്കുന്ന സമയത്തും ബെസലിൽ ഉള്ളൊരു വ്യത്യാസം അങ്ങനെയൊക്കെ ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഏകദേശം 90% സിമിലറായിട്ടുള്ള ഡിസ്പ്ലേ ആണ് നമുക്ക് 14 പ്രോ ലഭിക്കുന്നത്. 13 പ്രോ മുതൽ തന്നെ ആപ്പിൾ 120 Hz പ്രോ മോഡൽ ഡിവൈസുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയും 120 Hz തന്നെയാണ് ലഭിക്കുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ഡിവൈസ് യൂസ്ഡ് മാർക്കറ്റിൽ ലഭിക്കാൻ പോകുന്നത് ഒരു 55 to 60K ആയിരിക്കും ഇപ്പോഴത്തെ മാർക്കറ്റ് വെച്ച് നമ്മുടെ കേരളത്തിൽ നിങ്ങൾക്ക് ഒരു ഡിവൈസ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് വർത്തായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് എനിക്ക് കാര്യമായിട്ട് നെഗറ്റീവ് ഒന്നും പറയാനില്ല. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കണ്ടന്റ് എൻജോയ് ചെയ്യുന്ന സമയത്തും ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ നല്ലൊരു ബെറ്റർ എക്സ്പീരിയൻസ് ലഭിക്കുന്ന ഒരു കളർ ആക്യുറേറ്റ് ഉള്ള ഒരു LTPO പാനലാണ് ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ.
പിന്നെ ഗൈസ് ഈ ഒരു ഡിവൈസിൻ്റെ സ്പീക്കർ ക്വാളിറ്റിയും അതേപോലെ തന്നെ നെറ്റ്വർക്ക് ക്വാളിറ്റിയൊക്കെ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ സ്പീക്കർ ക്വാളിറ്റി ആയാലും സ്റ്റീരിയോ സ്പീക്കറിൻ്റെ ഒരു ക്വാളിറ്റി ആയാലും നമുക്ക് കോൾ ചെയ്യുന്ന സമയത്തൊക്കെ നല്ലൊരു ബെറ്റർ എക്സ്പീരിയൻസ് ലഭിക്കുന്ന ഒരു ഡിവൈസാണ് ഐഫോൺ 14 Pro. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ ക്യാമറയെ കുറിച്ച് പറയുന്ന സമയത്ത് 48 MB മെഗാ പിക്സൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡിവൈസാണ് ഐഫോൺ 14 Pro. നല്ല രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഡിവൈസാണ് 14 Pro. നമുക്ക് 48 MB മെഗാ പിക്സൽ വൈഡ് ആംഗിളും 12 MB ടെലിഫോട്ടോയും പിന്നെ 12 MB അൾട്രാ വൈഡിലും വരുന്ന ഒരു സെറ്റപ്പാണ് ഐഫോൺ 14 Proയിൽ വന്നിട്ടുള്ളത്. നമുക്ക് നല്ല രീതിയിലുള്ള ഫോട്ടോസ് ഒരു 55 to 60K വരുന്ന പ്രൈസ് റേഞ്ച് ആയിട്ടും മറ്റു ഡിവൈസുകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്തും ഈ ഒരു ടൈം റേഞ്ച് പറ്റി ഏകദേശം ഇപ്പോൾ ഈ ഒരു ഡിവൈസ് ഇറങ്ങിയിട്ട് 2.5 വർഷത്തോളം ആവാറായിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും നിങ്ങൾക്ക് നല്ല ഫോട്ടോസും വീഡിയോസും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ ആയിട്ടുള്ളൊരു ഡിവൈസാണ് ഐഫോൺ 14 Pro. ഞാൻ കുറച്ച് ക്യാമറ സാമ്പിൾസ് ഫോട്ടോസും വീഡിയോസിൻ്റെ സാമ്പിൾസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി മനസ്സിലായിരിക്കും. നല്ല ലൈറ്റിംഗ് ഉള്ള സമയത്ത് നിങ്ങൾക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ഫോട്ടോസും വീഡിയോസും ഈ ഡിവൈസിൽ എടുക്കാം. ലൈറ്റ് കുറഞ്ഞ സമയത്തും അത്യാവശ്യം ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഈ ഡിവൈസിൽ എടുക്കാൻ പറ്റും ഇതിൻ്റെ ഓൾഡ് ഡിവൈസായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഗൈസ് നമ്മൾ നാലാമതായിട്ട് ഡിവൈസിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ 3200 mAh ഒരു ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. വയർലെസ് ചാർജിങ് കാര്യങ്ങളൊക്കെ ഐഫോൺ 8 മുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോൾ അതൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. 3200 mAh ഒരു ബാറ്ററി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് മാക്സിമം 85 എബോവ് ബാറ്ററി ഹെൽത്തുള്ള നോൺ ഓപ്പൺ ഡിവൈസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയെങ്കിലുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിൽ അത്യാവശ്യം നല്ലൊരു തിരക്കടില്ലാത്ത ഒരു ബാറ്ററി ബാക്കപ്പ് കിട്ടാൻ സാധ്യതയുള്ളൂ. കാരണം ഞാൻ അറിഞ്ഞിടത്തോളം 14 Proക്ക് ബാറ്ററി ബാക്കപ്പ് 13 Pro ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കുറവാണെന്നാണ് ഞാൻ കേട്ടത്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത സമയത്ത് എനിക്ക് ലോ ആയിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. അത്യാവശ്യം തിരക്കടില്ലാതെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ബാറ്ററി ബാക്കപ്പ് ഐഫോൺ 14 Proയിൽ നിങ്ങൾക്ക് 85 to 90 ബാറ്ററി എടുത്തുള്ള ഡിവൈസുകളിൽ പ്രതീക്ഷിക്കാം. അത് ഒറിജിനൽ ബാറ്ററി ആണെങ്കിൽ കേട്ടോ, ഒറിജിനൽ ബാറ്ററി ആണ് അതിലെങ്കിൽ നോൺ ഓപ്പൺ ഡിവൈസ് ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു തിരക്കടില്ലാത്ത ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് ആ ഡിവൈസിൽ എക്സ്പെക്റ്റ് ചെയ്യാം. എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോശമെന്ന് പറയാത്ത ഒരു ബാറ്ററി ബാക്കപ്പ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഹെവി യൂസറാണ്, അത്യാവശ്യം ഗെയിം കളിക്കും, അത്യാവശ്യം വീഡിയോസ് എടുക്കും, അത്യാവശ്യം ഹെവി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ദിവസം 2 പ്രാവശ്യം ചാർജ് ചെയ്യേണ്ടി വരും. പിന്നെ ഗൈസ് നമ്മൾ ഏറ്റവും ഫൈനലി ഡിവൈസിൻ്റെ ചിപ്സെറ്റ് പെർഫോമൻസ് ആൻഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ A16 ബയോണിക് 4 nm ചിപ്സെറ്റാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പവർഫുൾ ആയിട്ടുള്ളൊരു ചിപ്സെറ്റാണ് ഐഫോൺ 14 Proയിൽ ആപ്പിൾ കൊടുത്തുള്ളത്. ഞാൻ പറയുമ്പോൾ അത്യാവശ്യം ഒരു 90% നമ്മൾ 16 Pro വെച്ച് നോക്കാമെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ചിപ്സെറ്റാണ് ഐഫോൺ 14 Pro ഉള്ളത്. നിങ്ങൾക്കൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത എന്നാൽ കുറച്ച് ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡിവൈസ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡിവൈസ് ചൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു ഡിവൈസാണ് 14 Pro എന്ന് പറയുന്നത്. ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്കൊരു 3-4 വർഷം വരെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കിട്ടാൻ സാധ്യതയുള്ള ഡിവൈസാണ് ഐഫോൺ 14 Pro. പേഴ്സണലി ഞാൻ ഈ ഒരു ഡിവൈസിന് ഈ ഒരു പ്രൈസ് റേഞ്ചായിട്ടും ഈ ഒരു ഡിവൈസിൻ്റെ ഇപ്പോഴത്തെ ടൈം റേഞ്ചായിട്ടൊക്കെ നോക്കുന്ന സമയത്ത് 55 to 60K വെർത്തായിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ഡിവൈസിൻ്റെ. ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങളും. പക്ഷേ നിങ്ങൾ നോക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഈ ഒരു ഡിവൈസിൽ നമുക്ക് AI സപ്പോർട്ടില്ല. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പുതിയ ഡിവൈസ് വേണം, കൂടുതൽ ഫീച്ചേഴ്സ് ഓറിയൻ്റ് ആയിട്ടുള്ള ഡിവൈസുകൾ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ 16 പോകാം. ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ അങ്ങനെ നോക്കുന്ന സമയത്ത് 16 ആയിരിക്കും. കാരണം വരാൻ പോകുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ബിഗ് ബില്യൺ ഡേയ്സിലൊക്കെ നല്ല രീതിയിൽ ഓഫർ വരാൻ സാധ്യതയുള്ള ഡിവൈസാണ് ഐഫോൺ സീരീസിൻ്റെ നോൺ പ്രോ ഡിവൈസുകൾ. എസ്പെഷ്യലി ഐഫോൺ 15 നല്ല രീതിയിലൊരു പ്രൈസ് ഡ്രോപ്പിലാണ് KNSയിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ 16 നോക്കാം. പ്രൈസ് ആൻഡ് ഓവറോളായി പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസിൻ്റെ ചിപ്സെറ്റും ഈ ഒരു പ്രൈസ് റേഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വെർത്താണ്. പക്ഷെ നിങ്ങൾക്ക് ഫ്യൂച്ചർ നോക്കണം, അത്യാവശ്യം ഫീച്ചേഴ്സ് കൂടിയ ഡിവൈസ് വേണം, AI കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് വേണം, കുറച്ച് ലോങ് ടേം ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ 16 ഓപ്റ്റ് ചെയ്യാം. പിന്നെ ഗൈസ് ഈ ഒരു ഡിവൈസിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത്, നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഇതിൻ്റെ Type-C പോർട്ട് തന്നെയാണ്. ഈ ഒരു ഡിവൈസിന് Type-C പോർട്ടില്ല, ലൈറ്റ്നിങ് പോർട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. പക്ഷേ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ നിങ്ങൾ ലോങ് ടേമിലോട്ട് നോക്കണം. അത്യാവശ്യം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ ഒരു 3-4 വർഷം വരെ നോക്കണം
എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ഡിവൈസ് വേണം, AI ഫീച്ചേഴ്സ് വേണം എന്നുണ്ടെങ്കിൽ iPhone 16 നോക്കാം. സ്റ്റിൽ ഇപ്പോഴും ഈ ഒരു ഡിവൈസ് മോശം എന്നല്ല, കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഡിവൈസാണ് iPhone 16. പക്ഷേ നിങ്ങൾക്കൊരു പ്രോ ഡിവൈസ് വേണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് 14 പ്രോയിലോട്ട് പോകാം. അതൊരിക്കലും മോശമാണെന്ന് ഞാൻ പറയില്ല. കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ബെറ്ററായി നിൽക്കുന്നത് iPhone 16 ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഞാൻ കൂടുതലായിട്ടുള്ള ടെക്നിക്കൽ ടേംസ് വെച്ചിട്ട് ആഡ് ചെയ്തിട്ട് കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. സിമ്പിൾ ലാംഗ്വേജിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തണമെന്നുള്ള ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.